നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. MS പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ CC ബേബി നിർമ്മിച്ച് 1971 പുറത്തിറങ്ങിയ തെറ്റ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. P. അയ്യനേത്തിൻ്റെ രചനയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, KP ഉമ്മർ, ബഹദൂർ, വീരൻ, ഷീല, ജൂനിയർ ഷീല, TR ഓമന, പ്രേമ, പറവൂർ ഭരതൻ, സാധന തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചത്. ഇതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് വയലാർ ദേവരാജനുമാണ്. ഇനി കഥയിലേക്ക് കടക്കാം. മാത്യുവും ബേബിയും സഹപാഠികളും കമിതാക്കളുമാണ്. കോളേജ് അടച്ച ദിവസം ഇവർ വീടുകളിലേക്ക് പോകാതെ ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചു കഴിയുന്നു. പിരിയുന്നതിന് മുമ്പ് മാത്യു വിവാഹം ഉറപ്പിക്കുന്നതിന് വീട്ടുകാരെ ബേബിയുടെ വീട്ടിലേക്ക് അയക്കാമെന്നും 2 മാസം കഴിഞ്ഞ് വിവാഹം നടത്താമെന്നും ഉറപ്പ് പറയുന്നു. വീട്ടിലെത്തിയ ബേബിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്യുവിൻ്റെ ഒരു എഴുത്ത് ലഭിക്കുന്നു. തനിക്ക് ബോംബെയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ടെന്നും അങ്ങോട്ടേക്ക് പോകണമെന്നും എന്നാൽ വിവാഹക്കാര്യം നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ നടത്താമെന്നും പറയുന്നു. പിന്നീട് മാത്യുവിൻ്റെ ഒരു വിവരവുമില്ല. ബേബി മാത്യുവിന് ഒരു കത്തയക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി ലഭിക്കുന്നില്ല. ഇതിനിടയിൽ ബേബി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നു. പരിഭ്രാന്തയായ ബേബി തൻ്റെ ബന്ധുവും കൂട്ടുകാരിയുമായി ലിസിയുടെ വീട്ടിലേക്ക് പോകുന്നു. ലിസിയോട് മാത്യുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ലിസി ഈ കാര്യം ബേബിയുടെ അമ്മച്ചിയുമായി സംസാരിച്ച് ശരിയാക്കുമെന്ന് വാക്കുകൊടുക്കുന്നു. അടുത്ത ദിവസം ലിസിയും ബേബിയും ബേബിയുടെ വീട്ടിലെത്തുന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ അമ്മച്ചി ബേബിക്ക് അപ്പച്ചൻ നല്ലൊരു ആലോചന കൊണ്ടുവന്ന വിവരം അറിയിക്കുന്നു. ലിസി അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുപോയി മാത്യുവിൻ്റെ കാര്യം പറയും. അമ്മച്ചി അപ്പച്ചനെ ഈ കാര്യം അറിയിക്കുന്നു. ആദ്യം ക്ഷുഭിതനായെങ്കിലും പിന്നീട് മാത്യുവിൻ്റെ വീട്ടിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ അപ്പച്ചൻ പോകുന്നു. തിരിച്ചു വന്ന അപ്പച്ചൻ മാത്യു ഒരു ചതിയനാണെന്നും അയാൾ ബോംബെയിലേക്ക് പോയിട്ടില്ല, അയാൾ പഠിക്കുമ്പോൾ തന്നെ വിവാഹിതനായിരുന്നു, അയാൾക്കൊരു കുഞ്ഞുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ അറിയിക്കുന്നു. ഇത് ബേബിയെ തകർത്ത് കളയുന്നു. രാത്രി ആത്മഹത്യ ചെയ്യാനിറങ്ങിയ ബേബിയെ അവിടെ ജോലിക്ക് നിൽക്കുന്നയാൾ തടയുന്നു. ഒടുവിൽ ബേബിയുടെ വിവാഹം അപ്പച്ചൻ നേരത്തെ ആലോചന കൊണ്ടുവന്ന ജോണിക്കുട്ടി എന്ന ആളുമായി നടക്കുന്നു. ജോണിക്കുട്ടിക്ക് സിംഗപ്പൂരിലാണ് ജോലി. വിവാഹരാത്രിയിൽ തന്നെ ബേബി താൻ ഗർഭിണിയാണെന്ന കാര്യം ജോണിക്കുട്ടിയെ അറിയിക്കുന്നു. ഞെട്ടിപ്പോയ ജോണിക്കുട്ടി അല്പസമയത്തിന് ശേഷം സമചിത്തത വീണ്ടെടുക്കുന്നു. കുടുംബത്തിൻ്റെ മാനം പോകാതിരിക്കാൻ ഈ വിവരം മറ്റാരെയും അറിയിക്കാതിരിക്കാനും മുറിക്ക് പുറത്ത് ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കാനും അവർ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ജോണിക്കുട്ടി ബേബിയെയും കൂട്ടിയൊരു യാത്ര പോകുന്നു. തനിക്ക് പരിചയമുള്ള തങ്കമ്മ എന്ന മിഡ്വൈഫിൻ്റെ അടുത്തേക്കാണ് അയാൾ ബേബിയെ കൊണ്ടുപോയത്. ഗർഭമലസിപ്പിക്കാൻ ആണ് കൊണ്ടുപോയത്. എന്നാൽ ബേബി എതിർത്തുകൊണ്ട് അത് നടന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബേബിയെ കൊണ്ട് സിംഗപ്പൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ജോണിക്കുട്ടിയും ബേബിയും വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. എന്നാൽ അവർ ആദ്യം പോയത് തങ്കമ്മയുടെ അടുത്തേക്കാണ്. ബേബിയെ അവിടെ താമസിപ്പിക്കാനും പിന്നീട് 5 വർഷത്തിന് ശേഷം ജോണിക്കുട്ടി സിംഗപ്പൂരിൽ നിന്നും മടങ്ങി വരുമ്പോൾ ബേബിയെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള ധാരണയിലാണ് അവർ പിരിഞ്ഞത്. 5 വർഷങ്ങൾക്ക് ശേഷം ജോണിക്കുട്ടി തിരിച്ചെത്തി ബേബിയും കുഞ്ഞുമായി നാട്ടിലേക്ക് തിരിക്കുന്നു. നാട്ടിലെത്തിയ ശേഷവും ജോണിക്കുട്ടിയും ബേബിയും തമ്മിലുള്ള അകൽച്ച നിലനിൽക്കുന്നു. കുഞ്ഞിനെയും ജോണിക്കുട്ടി അവഗണിക്കുന്നു. ഇതിനിടയിൽ ജോണിക്കുട്ടി മദ്യപാനം തുടങ്ങുന്നു. ജോണിക്കുട്ടിയിലുള്ള മാറ്റവും ബേബിയുമായുള്ള അകൽച്ചയും വീട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ബേബിയുടെ അപ്പച്ചൻ മരണാസന്നനായി കിടക്കുന്നത് അറിഞ്ഞ് ബേബി അങ്ങോട്ട് പോകുന്നു. ബേബിയെ കണ്ട ഉടനെ തന്നെ അപ്പച്ചൻ മരിക്കുന്നു. ഒരു ദിവസം ബാറിൽ വെച്ച് അമിതമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ജോണിക്കുട്ടിക്ക് ഒരു അപകടം പറ്റുന്നു. ഈ വിവരമറിഞ്ഞ് ബേബി ആശുപത്രിയിലേക്ക് പോകുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി ഈ സിനിമ കാണുക. പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ്. എല്ലാവരും ഈ സിനിമ കാണുക. കൂടാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റുകൾ ഇടുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.